കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന് പറയുന്ന ഒരു ദേശം. മുഖത്തല എന്ന ദേശത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുരാരി എന്ന് പറയുന്ന മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ മുരാരി ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തു നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക്, മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മേലിൽ ഇവിടെ ഒരു കടയുണ്ട്. ശശി എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഈ കടയുടെ പേരും ശശി എന്നാണ്. ശശി ടീ ഷോപ്പ് എന്നാണ്. ഇതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറെ ജോലിക്കാരും വെച്ചിട്ടില്ല. അദ്ദേഹം തന്നെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ദോശ, അപ്പം, പൊറോട്ട എന്ത് വേണമെങ്കിലും അദ്ദേഹം തന്നെ ഉണ്ടാക്കി അദ്ദേഹം തന്നെ കൊടുക്കുന്നതാണ്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയാം. എത്ര വർഷമായി ഇവിടെ ഈ കട തുടങ്ങിയിട്ട്? 52 കൊല്ലം. 52 വർഷമായി ചായക്കട തുടങ്ങിയിട്ട്. ഞാൻ ആ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരു അല്പം തടി കുറവല്ലാതെ ശാരീരികമായിട്ട് വേറെ മുഖമായിട്ടൊന്നും വലുതായിട്ടൊരു മാറ്റം വന്നതില്ല. എന്താണ് ഇതിന് കാരണം? കാരണം പറഞ്ഞാൽ നല്ലപോലെ കഠിനമായി അധ്വാനിക്കും. അത് തന്നെ എൻ്റെ കാരണം. അസുഖങ്ങൾ മാറ്റമൊന്നുമില്ല. എനിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും തന്നെയില്ല. രായും പകലും കഠിനമായി അധ്വാനിക്കും. ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളൊന്നുമില്ല. വീടി വലിയ സിഗരറ്റ് വലിയോ മറ്റേ കഞ്ചാവോ അല്ലെങ്കിൽ മദ്യമോ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രായത്തിലും 2 പേരുടെ പണിയെടുക്കുന്നത്. എനിക്ക് ഇന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, ഇപ്പം നമ്മൾ നാട്ടുനീളെ കാണുന്നത് കുഴിമന്തി എന്നും പറഞ്ഞും യമനി മന്തി എന്നും പറഞ്ഞും അറേബ്യൻ ഫുഡാണ് ഇവിടെ ഉള്ളത്. അതിന് വലിയ വിലയുമാണ്. കോഴിയും ആടും മക്കാടും എല്ലാം ഇറച്ചി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കിയിരിക്കുകയാണ്. താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയിൽ ബിരിയാണികളോ വലിയ രീതിയിലുള്ള പുതിയ തലത്തിലുള്ള മായങ്ങൾ ചേർത്ത് രുചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്ത കാരണം എന്ന് പറയുന്നത്, ഈ മുരാരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പ്രഗത്ഭമായ ഒരു അമ്പലമാണ്. ആ പരിസരത്ത് എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല, താല്പര്യവുമില്ല. എന്നാൽ ഒരു കാലഘട്ടങ്ങളിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്സവത്തിന്റെ ടൈമിൽ വെച്ച് കുറച്ച് ഇറച്ചിയൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ അത് നിർത്തും. ഇപ്പൊ തന്നെ ഒന്നും തന്നെ ഇല്ല. എന്റെ പഴയ ഗുട്ടിന്റെ ഐറ്റങ്ങൾ മാത്രമേ തന്നെ ഉള്ളൂ വ്യവസായത്തില്. എന്ന് പറഞ്ഞാൽ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർക്കും പോയി തൊഴുതിട്ട് ഭഗവാനെ കണ്ടു വരുന്നവർക്കും അവർക്ക് കഴിക്കാൻ വെജിറ്റേറിയൻ ആഹാരമാണ് നല്ലതെന്നും അത് തന്നെയാണ് കഴിക്കണമെന്നുള്ള ഒരു വിചാരത്തിലാണ് സ്വന്തം കൈകൊണ്ട് ഈ അത്യാവശ്യം നമ്മളൊരു കുടുംബത്തിൽ കഴിയേണ്ട രീതിയിൽ ഉണ്ടാക്കുന്നത്. കറക്റ്റാണ്. അതേപോലെ അല്ല ചെയ്യുന്നത്. എൻ്റെ പഴയ ആഹാരങ്ങൾ മാത്രമാണ് ഇപ്പോഴും വലിയ പ്രശസ്തിയാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 72 വയസ്സുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് കടകൾ നിർത്തി വീട്ടില് മകന് നല്ല ഒരു ജോലിയുണ്ട്? എന്താണ് ജോലി? ഇപ്പോഴും അവൻ വലിയ ഓഫീസറായിട്ട് റവന്യൂല വലിയ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടല്ല വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതല് നല്ലതുപോലെ അധ്വാനിച്ചു, കൃഷി ചെയ്തു, കഷ്ടപ്പെട്ടും വളർന്നതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ തോന്നത്തില്ല. ഈ കൃഷിയായിട്ട് തന്നെ ഈ കടയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊണ്ടുപോവുക. അപ്പൊ അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യവും. ഭക്ഷണത്തിൽ മായമില്ലാതെ ജനങ്ങൾക്ക് ഉള്ള രീതിയിൽ ചെറിയ രീതിയിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ തന്നെ ജോലി ചെയ്യുക. അധികം ജോലിക്കാരെ വെച്ച് അധികമായിട്ട് രുചി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മായങ്ങൾ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെയാണ് ശശി ഹോട്ടലിന്റെ പ്രത്യേകതകൾ. തീർച്ചയായിട്ടും അത് എൻ്റെ പ്രത്യേകത. ഇപ്പോഴും തന്നെ ഈ പഴയ ആൾക്കാർ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ പഴയ ആൾക്കാർ നമ്മുടെ കട തിരക്കി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. അതായത് മുരാരി ക്ഷേത്രത്തിൽ തൊഴുകാൻ വരുന്നവർ തന്നെ നമുക്ക് പഴയ ഒരു കട ഇവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോയി കാപ്പ് കുടിക്കാമെന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ പുതിയ ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർ വന്നിട്ട് പറയത്തില്ലേ ഇന്ന ഇറച്ചിയില്ലാത്ത എന്താ അങ്ങനെയൊക്കെയുള്ള പരാതികൾ പറയാറുണ്ട്? ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ അത് ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഞാൻ താല്പര്യപ്പെടുന്നില്ല, വേണ്ട. അവർക്ക് ചായയോ കടിയോ എന്തെങ്കിലും വേണമെങ്കിലോ അപ്പോൾ ദോശ എന്തെങ്കിലും വേണമെങ്കിൽ മായമില്ലാതെ കഴിക്കണമെങ്കിൽ അവർ വരും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വൈകുന്നേരം നല്ല ചൂട് അപ്പം പൊടിച്ച മതി, പപ്പടം. അത് കഴിഞ്ഞിട്ട് രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി, ദോശ, പൊറോട്ട, കടലക്കറി, കിഴങ്ങ്, മുട്ടക്കറി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ അല്ലാതെ വേറെ യാതൊന്നുമില്ല. വെറൈറ്റി സാധനങ്ങൾ. അതാണ് ഈ 72 വയസ്സിലും ഈ ആരോഗ്യത്തിന്റെ രഹസ്യവും. ഈ മുരാരി ക്ഷേത്രത്തിൽ വരുന്നവർക്ക് നല്ല ശുദ്ധമായ മായമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുകളിൽ നടത്തുന്ന ഒരു
ശശി ഹോട്ടൽ. ഈ അണ്ണൻ്റെ പേരാണ് ശശി. ആ ശശി എന്ന ഹോട്ടലാണ്. മുരാരി ജംഗ്ഷനിൽ വന്നാൽ കാണാം. കാശില്ലാത്തവർ ബുദ്ധിമുട്ടി വന്ന് ഒരു നേരം ആഹാരം ചോദിച്ചാലും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ മനസ്സുള്ള ഒരു ചേട്ടൻ കൂടിയാണ്. ഭക്ഷണത്തിനും മായമില്ല. അതേ കണക്ക് ഈ 50 വർഷത്തോളം മേലെയായിട്ടും ഇതേ ആ പഴയ ആരോഗ്യത്തോടു കൂടിയും ഒക്കെ നിൽക്കുന്ന ഒരു ശശി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ശശി ടീ സ്റ്റോളിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ് കിട്ടട്ടെ. അതേ കണക്ക് നിരവധി ജനങ്ങൾ ഇനിയും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കട്ടെ. നല്ല ആഹാരം, അതിനകത്ത് വേറെ പണിയൊന്നും കാണിക്കത്തില്ല. കഴിക്കുന്നവർക്ക് മനുഷ്യൻ്റെ വയറ്റിന് യാതൊരു അസുഖം ഉണ്ടാകത്തില്ല, വയറിളക്കം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. നല്ല ആഹാരം ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ വർഷങ്ങളോടുള്ള ബന്ധമാണ്, 40 വർഷത്തിൽ കൂടുതലുള്ള ബന്ധമാണ് ദശണ്ണുമായിട്ട്.